ഇവിടെ ഈ അമ്മ സംഘടനയിൽ ഞങ്ങൾ രാജി വെച്ചിരിക്കുന്നത്, രാജിക്കത്തടക്കം പുറത്തു വന്നിരിക്കുന്നു. എന്ത് സാഹചര്യത്തിലാണ് രാജി വെക്കേണ്ടി വന്നത്? ഇപ്പോഴത്തെ സാഹചര്യം അറിയാലോ. ഞാൻ രാജി 2 മാസം മുമ്പ് സമർപ്പിച്ചതാണ് പ്രസിഡന്റിന്. പക്ഷെ അന്ന് അത് അവർ സ്വീകരിച്ചില്ല. കാരണം ഞാൻ കമ്മിറ്റി നിലവിൽ രാജിവെച്ച് പോകുമ്പോൾ അതൊരു വിവാദമാവുക, അതിന് കോൺസിക്വൻസ് ഒക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അവർ എന്നോട് പറഞ്ഞു ഇപ്പോൾ രാജി സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെ കാലുഷ്യമായ ഒരു അന്തരീക്ഷം ഇപ്പോൾ ഉള്ളത്. അമ്മ സംഘടനയെക്കുറിച്ച് പുറത്തും അകത്തും ഒക്കെ തന്നെ പ്രശ്നങ്ങളാണ്. അപ്പം അതിൻ്റെ ഭാഗമാവണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ രാജിവെച്ചത്. എന്താണ് ഈ ഇത്തരം മോശം സാഹചര്യത്തിൽ പോകാൻ കാരണം? പിടിപ്പുകേട്. അതായത് സംഘടന നടത്തിക്കൊണ്ടു പോകാനുള്ള കഴിവില്ലായ്മയാണല്ലോ ഇങ്ങനത്തെ അവസ്ഥകളിൽ കൊണ്ടെത്തിക്കുക. അപ്പൊ ഇതിന്റെ തലപ്പത്തുള്ളവരാരാണോ, ഞാനടക്കമുള്ള കമ്മിറ്റി, അതാണല്ലോ ഭരണസമിതി ശരിയായ രീതിയിൽ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതാണ് അതിന്റെ പ്രശ്നം. ഒരു ജനാധിപത്യ ബോധമില്ലായ്മ അല്ലെങ്കിൽ അക്ഷരത്തരാഹിത്യം, ഇടത്തരങ്ങൾ, ഇതെല്ലാം കൂടി ചേർന്നതാണ് ഈ ഒരു കമ്മിറ്റി എന്ന കാലത്ത് വിമർശനമുണ്ടോ? ആ വിമർശനം ഉണ്ടല്ലോ. എന്റെ രാജിക്കത്തിൽ പറയുന്നുണ്ട്, ജനാധിപത്യത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല, ഒരു സംഘടന എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് യാതൊരു അറിവുമില്ല. ഭൂരിപക്ഷ അഭിപ്രായത്തെ മാനിക്കേണ്ടി വരുന്നതാണല്ലോ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു ദുരന്തം. ന്യൂനപക്ഷം പറയുന്നത് വളരെ ശരിയായ കാര്യമായിരിക്കും, പക്ഷെ ന്യൂനപക്ഷത്തിലെ മണ്ടത്തരമായിരിക്കും എക്സിക്യൂട്ട് ചെയ്യപ്പെടുക. അപ്പോൾ ഇവിടെ നമ്മൾ പലപ്പോഴും കറക്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മളുടെ ഭാഗത്ത് വളരെ കുറച്ച് ആൾക്കാരുള്ളൂ, 3-4 ആൾക്കാരുണ്ടാവുള്ളൂ. അപ്പം സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷത്തിലെ അഭിപ്രായത്തെ മാനിക്കുക. ഭൂരിപക്ഷ അഭിപ്രായം പലപ്പോഴും വിഡ്ഢിത്തരങ്ങളായിരിക്കും. ആ വിഡ്ഢിത്തരങ്ങളുടെ ഒരു ഫൈനൽ റിസൾട്ടാണ് ശരിക്കും ഇപ്പോൾ സംഭവിച്ചത്. വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രശ്നം, അല്ലെങ്കിൽ നടിയുടെ പ്രശ്നമൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അതിനൊരു പരിഹാരമാണ് ഒരു നടി തന്നെ അല്ലെങ്കിൽ ഒരു സ്ത്രീ തന്നെ ഇതിന്റെ നേതൃത്വത്തിലേക്ക് വന്നതെന്നാണ് അന്ന് എല്ലാവരും കരുതിയത്. പക്ഷെ ആ ഒരു കമ്മിറ്റിക്ക് അത്തരം ഒരു രീതിയിലേക്ക് പോരാൻ കഴിഞ്ഞില്ലേ? ഒരു സ്ത്രീ നേതൃത്വത്തിൽ വന്നുകൊണ്ട് കാര്യമില്ല, അത് വെറുതെ പറയുന്നതാണ്. ഒരു സ്ത്രീകൾ വന്നാലൊക്കെ ശരിയാവും എന്നൊക്കെ. അതൊരു പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും അവർ ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങൾ സോൾവ് ആയി മാറുകയാണ്. കാരണം ഇത് പടലപ്പിണക്കങ്ങളും പരസ്പരമുള്ള അധികാര വടംവലിയും അധികാര കൊതിയും ഇങ്ങനെയൊക്കെയുള്ളൊരു സംഘമാണ്. അതായത് ഒരു പാനലായിട്ട് ജയിച്ചു വന്നതല്ല. നമ്മളൊരു പാനലായിട്ട് ജയിച്ചു വരുമ്പോൾ നമുക്കൊരു പോളിസി ഉണ്ടാവും. ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അങ്ങനെ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് വരുമ്പോൾ. ഇത് ഇൻഡിവിജ്വലായിട്ട് മത്സരിച്ചിട്ട് വരുന്ന ആൾക്കാരാണ്. ഇൻഡിവിജ്വലായിട്ട് മത്സരിച്ച് വരുമ്പോൾ അവർക്കൊക്കെ സ്വകാര്യ താല്പര്യങ്ങളുണ്ടാവുക. അപ്പോൾ ആ സ്വകാര്യ താല്പര്യങ്ങൾ നമ്മൾ ഏറ്റുമുട്ടും. അപ്പോഴാണ് പരസ്പര സ്പർദ്ധ വരുന്നു, പോലീസ് കേസിലെത്തുന്നു, മറ്റേയാൾ എന്നെ മോശം പേര് വിളിച്ചെന്ന് പറയുന്നു, അത് കേസാവുന്നു. ഇങ്ങനെ പോലീസ് കേസിലേക്ക് എത്തിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഇടവരുത്താത്ത ഒരു നേതൃത്വം വേണ്ടത്. നേതൃത്വം എന്ന് പറഞ്ഞാൽ നമ്മളെ എതിർ ശബ്ദത്തെ പോലും കൂടെ നിർത്താൻ സാധിക്കുന്ന ഒരു കഴിവാണ്. അതില്ലാത്തതുകൊണ്ടാണ് ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായത്. തുടക്കത്തിലേ പ്രശ്നങ്ങളായിരുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ താങ്കളെപ്പോഴും ചൂണ്ടിക്കാട്ടിയിരുന്നു? എല്ലാ മീറ്റിങ്ങിലും ചൂണ്ടിക്കാട്ടിയിരുന്നു. എല്ലാ മിനിറ്റ്സിൽ നോക്കിയാലും എൻ്റെ വിയോജിപ്പുകൾ ഒരു കാണാം. കാരണം നമുക്കിപ്പോൾ രാജിവെച്ച് പോകാൻ എളുപ്പമാണ്. പക്ഷെ എന്നെ തിരഞ്ഞെടുത്ത ആൾക്കാരോട് അവരെന്തിനാണ് തിരഞ്ഞെടുത്തത്? നിങ്ങളവിടെ പോയി കറക്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ്. നിങ്ങളവിടെ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും ഇപ്പോഴും പറയുന്നതിന്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിമിതിയാണ്. അതായത് നേരത്തെ പറഞ്ഞത്, ഇപ്പം ന്യൂനപക്ഷം ഒരാൾ തന്നെ ഒരു ശരിയായ കാര്യം പറഞ്ഞാലും അത് വോട്ടിനിടും. വോട്ടിനിടുമ്പോൾ ഭൂരിപക്ഷം അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അതാണല്ലോ നടപ്പിലാവുക. പല വിഷയങ്ങളിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർ സംഭവിച്ചില്ലല്ലോ. ഓരോന്നായിട്ട് ഞാൻ ജനറൽ സെക്രട്ടറിയോട് ചോദിച്ചിട്ടുണ്ട്, ഇന്ന കാര്യങ്ങളിലൊക്കെ ഞാൻ എഴുതി മിക്സ് നോക്കാൻ പറഞ്ഞു. ശരിയാണ്. കാരണം അനുഭവത്തിൽ നിന്നാണ് നമ്മളൊക്കെ പഠിക്കുന്നത്. അപ്പോൾ ഇവരുടെ അനുഭവക്കുറവുണ്ടാവാം, പരിചയക്കുറവുണ്ടാവാം, ഒരു സംഘടനയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള അറിവില്ല. ഇതിന് ഒരു പ്രശസ്തിക്ക് വേണ്ടിയിട്ടല്ലല്ലോ ഇത് ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ്. ഫണ്ടുണ്ട്. ഈ ഫണ്ടുള്ളതാണ് മെയിൻ പ്രശ്നം. ഫണ്ടില്ലാത്തൊരു സംഘടനയാണെങ്കിൽ ഒരാരി ഉണ്ടാവില്ല, ആരുണ്ടാവും? അപ്പോൾ ഈ ഫണ്ട് എങ്ങനെ വിനിയോഗിക്കുന്നു എന്നാണ് മറ്റുള്ളവർ നോക്കുന്നത്. ദൂർത്തടിച്ചു പോകുന്നുണ്ടോ? ദൂർത്തടി ഉണ്ടായിട്ടുണ്ടോ?
ദൂർത്തടി ഉണ്ടായിട്ടില്ലെങ്കിലും അനാവശ്യ ചെലവുകൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഞാൻ പറയാം, IFFKക്ക് ഒരു പാർട്ടി കൊടുക്കുന്നു. IFFK ഫെസ്റ്റിവലിന് അമ്മ സംഘടന എന്ന അമ്മ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ്. 3.5-4 ലക്ഷം രൂപ ചെലവാക്കിയിട്ട് ഒരു പാർട്ടി കൊടുക്കുന്നു. ഞാനതിന് എതിർത്ത ആളാണ്. ഞാൻ എതിർക്കുകയും എൻ്റെ വിയോജിപ്പോടുണ്ട്. പക്ഷേ വോട്ടിനിട്ടപ്പോൾ ബാക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു. ഞാനെന്ന് പറഞ്ഞ് അങ്ങനെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അവിടെ വരുന്ന ഡെലിഗേറ്റ്സിന് കുടിക്കുന്ന വെള്ളം, ഒരു കുപ്പിവെള്ളം കൊടുക്കും ഫ്രീ ആയിട്ട്, അല്ലെങ്കിൽ അവർക്ക് ബാഗ് കൊടുക്കും. ഇത് പുറത്തുനിന്നും വരുന്ന ആൾക്കാർക്ക് വിരുന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു പാർട്ടി. അപ്പം അങ്ങനെയുള്ള ചില ദൂർത്തുകളൊക്കെ വരുന്നുണ്ട്. ചുരുക്കത്തിൽ അമ്മ എന്ന പൊതുസമൂഹത്തിൽ ഒരു കോമാളിക്കൂട്ടായി മാറുക. എല്ലാവരും ഇല്ല, കുറെ ആളൊക്കെ കോമാളികളായിട്ടുണ്ട്. അങ്ങനെയാണല്ലോ കരുതുന്നത്. കാരണം നിങ്ങൾ മാധ്യമങ്ങളുടെ ദിവസത്താണല്ലോ പ്രധാന വാർത്ത, നിങ്ങൾക്കും താല്പര്യത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു അന്തസ് പോയി. ഈ കഴിഞ്ഞ ജനറൽ ബോഡിയിൽ പ്രസിഡന്റ് രാജിവെക്കുന്നു എന്ന് പറയുന്നു, പിന്നീട് ഒരു അഡ്ഹോക്ക് കമ്മിറ്റിയെ നിയോഗിക്കുന്നു. പക്ഷെ ഇപ്പോൾ പ്രസിഡന്റ് പറയുന്നു ഞാൻ രാജിവെച്ചിട്ടില്ല, വൈകാരികമായി പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുന്നു. ഈ അഡ്ഹോക്ക് കമ്മിറ്റിക്കാണ് പ്രവർത്തിക്കാനും പറ്റാത്ത കാര്യം. ഈ രണ്ട് കാര്യത്തെ എങ്ങനെ കാണുന്നു? ഈ രാജി എന്നത് വാക്കുകൾ കൊണ്ട് മാത്രമാണോ ചെയ്യേണ്ടത്, അതോ ഡോക്യുമെന്ററി ആയിട്ട് ചെയ്യേണ്ടിയിരുന്നത്? അത് പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് വന്ന വലിയൊരു വീഴ്ചയാണ്. ബട്ട് ആ സിറ്റുവേഷനിൽ ഒരു വെച്ച് നോക്കുമ്പോൾ അവർ ഇമോഷണലായിട്ട് അവരെ ഭയങ്കരമായി ടോർച്ചർ ചെയ്തോടെ. ഒരു സംഘം ഇവരെ ഒറ്റയ്ക്ക് ടോർച്ചർ ചെയ്യാം. ഇപ്പോൾ ഞാൻ ചോദിക്കാം, മോഹൻലാൽ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മമ്മൂട്ടി പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്തോ ഇന്നസെന്റ് ആയിരിക്കുന്ന സമയത്തോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. ഇതുവരൊരു സ്ത്രീയാണെന്നുള്ളത് ഒരു കാര്യം തന്നെയാണ്. ആ അർത്ഥത്തിൽ ഈ ആക്രമണം വന്നപ്പോൾ അവർ ഇമോഷണലായിട്ട് നമ്മൾ ചിലപ്പോൾ ബോധം കെട്ടി വീഴും, ചിലപ്പോൾ നമ്മൾ വയലന്റ് ആവും, ചിലപ്പോൾ വാക്കുകൾ തന്നെ നമ്മൾ അറിയാതെ നമ്മൾ വായന്ന് വരും. അങ്ങനെ ഒരു സ്ലിപ്പ് ഓഫ് ടങ് ആണെന്ന് എനിക്ക് തോന്നിയത്. പെട്ടെന്നുള്ള ഇമോഷണൽ ഞാൻ രാജിവെക്കുന്നു എന്നൊക്കെ സമാധാനമായല്ലോ എന്ന് പറയുന്ന രീതിയിൽ പോയി. പക്ഷെ പിന്നെ അവർ പറഞ്ഞതിൽ യുക്തിയില്ല എന്ന് മനസ്സിലായി. കാരണം ഞാനും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും രാജിവെക്കുന്നു എന്ന് പറയാൻ അവർക്ക് റൈറ്റ് ഇല്ല. കാരണം ഞങ്ങൾക്കൊക്കെ സ്വന്തം എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടേതായ നിലപാടുകളും ഞങ്ങളുടേതായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടല്ലോ. അവർക്കത് വിലക്കെടുക്കാൻ പറ്റില്ലല്ലോ. അവർക്ക് വേണ്ടി രാജിവെക്കാം. ഇനി അവർ രാജിവെക്കുകയാണെങ്കിൽ തന്നെ സംഘടന മുഴുവൻ പോകുന്നില്ല. വൈസ് പ്രസിഡന്റിൻ്റെ അവിടെ അടുത്ത് വൈസ് പ്രസിഡന്റാണ് പ്രസിഡന്റ് ആകുന്നത്. ജയൻ ചേർത്തലാണ് വൈസ് പ്രസിഡന്റാണ്. അപ്പോൾ മൊത്തം ഭരണസമിതി രാജിവെച്ചു എന്ന് അവർ പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. അവർ പറഞ്ഞത് തെറ്റാണ്. പിന്നീട് അവർ തിരിച്ചു പറഞ്ഞു. കാരണം അവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തി, നിങ്ങൾക്ക് അങ്ങനെ രാജിവെച്ച് പോകാൻ പറ്റില്ല. കാരണം നിങ്ങൾ രാജി കൊടുക്കണം. രാജിവെച്ചിട്ട് ആർക്കും കൊടുക്കണ്ടേ? അപ്പം ഞങ്ങൾക്കൊക്കെ രാജി എഴുതിയിട്ട് പ്രസിഡന്റ് കൊടുത്താൽ മതി. പ്രസിഡന്റ് ആർക്ക് കൊടുക്കും? പ്രസിഡന്റ് ഈ സൊസൈറ്റി ഓഫ് ചാരിറ്റബിൾ സൊസൈറ്റി ഉണ്ട് ശ്രീകണ്ഠത്ത്, അതിൻ്റെ സെക്രട്ടറിക്കാണ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ജനറൽ ബോഡിയിൽ പ്രഖ്യാപിക്കണം, ഞാനിത് രാജിവെക്കുന്നു, ഞങ്ങൾ പിരിച്ചുവിടുന്നു. അവരുടെ എല്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റീസും ഞങ്ങൾ പിരിച്ചുവിടുന്നു പറഞ്ഞാൽ തീർന്നു. പിന്നെ അടുത്ത ഇലക്ഷൻ വരെ ഇതൊരു എന്താ പറയുക, നമ്മളെ ഇടക്കാല സമിതിയായിട്ട് പ്രവർത്തിക്കുള്ളൂ. അങ്ങനെയാണ് വേണ്ടത്. പക്ഷെ ഇവരുടെ ഇങ്ങനെ അബദ്ധം പറഞ്ഞു പോയി. അവർ രാജിവെക്കണമെങ്കിൽ ഇനിയും വെക്കാം, വെക്കാതിരിക്കും ചെയ്യാം. ഇപ്പം പ്രസന്റ് അവർ തന്നെ പ്രസിഡന്റ്. ഞാനൊക്കെ അവർക്ക് കൊടുത്തു. പക്ഷേ ഈ അഡ്ഹോക്ക് കമ്മിറ്റിയുടെ ഒരു നിയമസാധ്യത അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ്? എങ്ങനെ ഒരു MLA ഒക്കെ അടക്കമുള്ള ആളുകൾ, മുൻ മന്ത്രിയൊക്കെ ചേർന്നാണ് ഈ കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ കഴിയുക? ഈ ബൈലോയിൽ അങ്ങനെ ഉണ്ടോ? അങ്ങനെ കമ്മിറ്റി ഉണ്ടാക്കാൻ പറ്റൂല. ബൈലോയില് അങ്ങനെ പറയുന്നില്ല, ഒരു അഡ്ഹോക്ക് കമ്മിറ്റി തുടരാൻ പറയുന്നില്ല. പക്ഷേ ഇതൊക്കെ ഉണ്ടല്ലോ, ഒരു പരസ്പര വിശ്വാസത്തിലും സൗഹാർദ്ദത്തിലും പോകാനേ ഈ സംഘടന പറ്റുള്ളൂ. കടുകിട തെറ്റാതെ നിയമം പാലിച്ച് കലർന്നേറിയ കീറി പരിശോധിച്ചിട്ട് നിയമപരമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന സംഘടനയല്ലത്. ഇതിൽ പലപ്പോഴും ഇതേപോലെ നമ്മൾ നിയമപരമല്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പത്തെ കമ്മിറ്റി മോഹൻലാൽ പ്രസിഡന്റായിരുന്നപ്പോൾ അത് അഡ്ഹോക്ക് കൈമാറിയില്ലേ, ഓർമ്മയില്ലേ? അപ്പം അന്ന് ഭയങ്കര ഒരു ഇതില്ലല്ലോ. പക്ഷെ അത് നമുക്ക് ആ സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു നിലപാടാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഒരു പ്രമേയം പാസ്സാക്കുന്നു പറയുന്നു, പ്രമേയയുടെ അവിടെ അവിശ്വാസ പ്രമേയം ആരും കൊണ്ടുവന്നിട്ടില്ല. ഒന്നാമത് ഇതിൻ്റെ പ്രൊസീജിയറുണ്ട്. അവിശ്വാസ പ്രമേയം നിങ്ങൾ അവതരിപ്പിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിയമസഭയ്ക്ക് വായിക്കുന്നവർക്ക് മനസ്സിലാകും, ആദ്യം നോട്ടീസ് കൊടുക്കണം, വേണ്ടേ? സ്പീക്കർക്ക് നോട്ടീസ് കൊടുക്കണം.
അങ്ങനെ നോട്ടീസ് കൊടുത്തിട്ട് അത് അജണ്ടയിൽ ഉൾപ്പെടുത്തും. എന്നിട്ടാണ് നിങ്ങളുടെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ ഒരാളെ വിളിക്കും, പ്രതിപക്ഷ നേതാവിനും ആരാച്ചാലും. അത് അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ജനറൽ ബോഡി അവരുടെ അത് നമുക്ക് അതിന് മറുപടി പറയാനുള്ള അവസരമുണ്ട്. അറിയാലോ പ്രൊസീജിയർ, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ ഒന്നുമില്ലല്ലോ. അതിൽ നിന്ന് ജഗദീഷ് എന്ന് പറഞ്ഞൊരു അവിശ്വാസ പ്രമേയമുണ്ട്, അങ്ങനെ പറയാനതിന് പാടില്ല. അങ്ങനെയാണ് അദ്ദേഹം എങ്ങനെ വരിക? ഇപ്പൊ രണ്ടു പേർ തമ്മിലുള്ള ഒരു പോരാട്ടം, സ്റ്റേഷനിലേക്ക് വരെ ഏറെ പോരാട്ടം. അത് ലക്ഷ്മിപ്രിയയും അൻസിബയും തമ്മിൽ അവർ പറയുന്ന അവരെ മത തീവ്രവാദി എന്ന് വിളിച്ചെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ്. നിങ്ങളൊക്കെ ഉള്ള യോഗത്തിലൊക്കെ ഇങ്ങനെ ഈ ഇരുവരും ഈ അൻസിബയ്ക്ക് മുറിവേൽക്കുന്ന തരത്തിലുള്ള പരാമർശം ഉണ്ടാവുകയോ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്റെ പ്രസൻസിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നെനിക്ക് പറയാൻ പറ്റും. പിന്നെ അവർ പറയുന്നത് തന്നെ അവരെ നേരിട്ട് വിളിച്ചെന്നല്ല, അങ്ങനെ പറയുന്നത് നീനാക്കുറുപ്പ് കേട്ടിട്ട് അവരോട് പറഞ്ഞെന്നാണ് പറഞ്ഞത്, അല്ലേ? അതവിടേക്കാണ്. ഇപ്പം ഞാൻ എന്നെപ്പറ്റി നിങ്ങൾ ഇവരോടൊരു അപവാദം പറഞ്ഞു, അപ്പം ഞാൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തേണ്ട കാര്യം മനസ്സിലായോ? ഇതിന് തെളിവോ കാര്യങ്ങൾ വേണം. അവിടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, എനിക്ക് ഉറപ്പാണ്. പിന്നെ ഈ പേഴ്സണൽ ഗ്രഡ്ജൊക്കെ തീർക്കാനുള്ള ഒരു ഇടമായിട്ട് മാറിയത്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു പാനലല്ലാതെ ഇൻഡിവിജ്വലായിട്ട് മത്സരിച്ചിട്ട് നമുക്ക് ഈ സംഘടനയുടെ ആളാവണമെന്ന് അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും ആവണമെന്ന് ആഗ്രഹിച്ചു വരുന്നവർക്ക് അവരുടെ ഒരു 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 നിലപാടിന്റെ പ്രശ്നമാണത്. അൻസിബ അങ്ങനെ പറയുന്നത് അൻസിബയെ വിളിച്ചു എന്നല്ല, ടിനി ടോം അങ്ങനെ പറയുന്നത് നീനാക്കുറുപ്പ് കേട്ടിട്ട് റിപ്പോർട്ട് ചെയ്തു. നമ്മളെ പറ്റി എന്തൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ. പക്ഷെ അവരപ്പോഴും പറയുന്ന ഒരു ക്രിമിനൽ സംഘം ഇതിലുണ്ട്, ചില ആളുകൾ. അങ്ങനെ ഒരു ക്രിമിനൽ സംഘം ഉണ്ടോ ഈ അമ്മ സംഘടനയില്? ഈ ഭാരവാഹികൾക്കിടയിൽ അങ്ങനെ ഒരു ക്രിമിനൽ സംഘം? ക്രിമിനൽ സംഘമൊന്നുമില്ല, എല്ലാവരുടെ ഉള്ളിൽ കുറച്ച് ക്രൈം ടെൻഡൻസി ഉണ്ടാവുമല്ലോ. ക്രിമിനൽ സംഘമൊന്നും അങ്ങനെയൊന്നും ഇല്ല. സംഘം ഇങ്ങനെ സംഘം ഉണ്ടാവുക വെറുതെ പറയുക.